നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം. ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഈ വായനയിലുണ്ട്. അതെ, തീർച്ചയായിട്ടും ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നേർക്ക് നിശബ്ദത പുലർത്തിക്കൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുമായി വളരെയധികം സ്നേഹത്തോടു കൂടിയും അതുപോലെ ഒരുമിച്ചുള്ള ഒരു മനസ്സോടു കൂടി മുന്നോട്ട് പോകാൻ പലപ്പോഴും താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ നേർക്ക് മിണ്ടാതെ ഇരിക്കുന്നത്, നിശബ്ദത പാലിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വരാത്തത്? തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു നഷ്ടത്തെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കിക്കാണുന്നത്. നഷ്ടം എന്ന് പറയുന്നത് കഴിവതും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സ്വസ്ഥതയും സമാധാനവുമായിരിക്കാം. സമാധാനമായി പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു നേരം ഒന്ന് ആഗ്രഹിച്ചു പോകുന്നതായിട്ടും അതിനുവേണ്ടി കൊതിച്ചു നിൽക്കുന്നതും ആയിട്ടുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് കൂടെയുള്ള സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും അവരുമായിട്ട് ഒരു ബന്ധം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അത് കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളാകാം, പ്രൊഫഷണൽസ് ആകാം, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാകാം. എപ്പോഴും നോക്കുമ്പോഴും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് ചുറ്റിനും ഒരുപാട് ആളുകളുടെ, മനുഷ്യരുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലാണോ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം മാറ്റിവെക്കണം എന്ന് ചിന്തിക്കുന്നുവോ അതെല്ലാം തന്നെ ഈ പേഴ്സൺ കഴിവതും മാറ്റിവെച്ചിട്ടുണ്ട്. അത് നിങ്ങളായിട്ടുള്ള നേരിട്ടുള്ള സംസാരത്തിലായിരിക്കാം, കൂടിച്ചേരലുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ച് സമയത്തെങ്കിലും ഒന്ന് സംസാരിക്കാം, കുറച്ച് സമയം ചെലവഴിക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ പോലും അവിടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഊർജം നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയുടെ കാര്യത്തിൽ വിഷമവും സങ്കടവും, ഈ വ്യക്തിയെ കൈവിട്ടു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഓരോ നിമിഷവും നിങ്ങളെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരുന്നത്. അത് പലപ്പോഴും നിങ്ങൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സംശയാസ്പദമായിട്ട് നിൽക്കുന്ന ഏതോ ഒരു വ്യക്തി അതിശക്തമായി തന്നെ തേർഡ് പാർട്ടിയായി ഈ പ്രണയബന്ധത്തിൽ ഒരു തടസ്സമായി നിൽക്കുന്നു. അത് ഈ പേഴ്സന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അത് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയോ പ്രവർത്തകനോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും സൗഹൃദങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യമാണ്. തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതിനോടൊപ്പം തന്നെ മാലാഖമാർ നിങ്ങളെ വഴി കാട്ടുവാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സംശയങ്ങളുടെ ഒരു കലവറയിലൂടെയാണ് നിങ്ങളുടെ മനസ്സും ചിന്തയും ബുദ്ധിയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ എവിടെയാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കറിയുവാൻ സാധിക്കുന്നില്ല. അഥവാ ഈ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് സത്യമാണോ എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. ഒരുപക്ഷെ അധികം നിങ്ങൾ സംസാരിച്ചു ചെല്ലുമ്പോൾ ഈ വ്യക്തി ദേഷ്യപ്പെടുന്നുണ്ടാകാം. പക്ഷേ ഈ സന്ദർഭമെല്ലാം മാറി ഈ ബന്ധം രണ്ട് പാത്രത്തിലായപ്പോൾ തന്നെ ഈ പേഴ്സൺ തകർന്നു തുടങ്ങി എന്നുള്ളത് മറ്റൊരു പ്രപഞ്ച സത്യമാണ്. ഇപ്പോൾ ഈ വ്യക്തി ആ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പായ്ക്കപ്പലിനെ ഒരു വ്യക്തി നോക്കി നിൽക്കുന്നത് പോലെ ഈ പേഴ്സൺ നിങ്ങളെ വളരെ ദൂരത്ത് നിന്നും നോക്കി നിൽക്കുകയാണ്. നിങ്ങളാണെങ്കിലോ അതിശക്തമായി തന്നെ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിന്റെ പിന്നിൽ വളരെയധികം അതിശയകരമായിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. പക്ഷേ അതിന്റെ പിന്നിൽ യാതൊരു തരത്തിലുള്ള കാരണങ്ങളും നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ഒരൊറ്റ തീരുമാനമേ എടുത്തിട്ടുള്ളൂ.
ഇത്രയും കാലം ഈ വ്യക്തിയുടെ പുറകെ പോയുള്ള പ്രണയം നിങ്ങൾ നിർത്തിവെച്ചു. കാരണം നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു തിരിച്ചറിവെന്ന് പറയുന്നത്, പ്രണയബന്ധം എന്ന് പറയുന്നത് ആരുടെയും ഒരാളുടെ മാത്രം ആവശ്യമല്ല, രണ്ടു പേരുടെയും ആവശ്യമാണ്, ഇഷ്ടമാണ്, മനസ്സറിഞ്ഞ് കൊടുക്കേണ്ടതും വാങ്ങിക്കേണ്ടതുമായിട്ടുള്ള ഒരു വികാരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഈ പേഴ്സൺ മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി ഓരോ ചുവടും എടുത്തു വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ പേഴ്സണ് തോന്നിക്കുന്നത്, പണ്ട് പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ഒരു പക്ഷേ അത് തേർഡ് പാർട്ടിയുടെ ഉപദേശം കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല, ഈ വ്യക്തിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി പുരോഗമനമുള്ള, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുള്ള മറ്റാരെങ്കിലും എനിക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ള ചിന്തയും കൂടി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകളിലൂടെയും വളരെയധികം അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു മനുഷ്യനിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഒരുപക്ഷെ ജോലി സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഉന്നത തലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. അതുകൊണ്ട് ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെയുള്ള അഹങ്കാരം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വ്യക്തി ഈ പ്രണയബന്ധത്തെ കഷ്ടപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് ഫില്ല് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ അഹങ്കാരത്തോടു കൂടിയും തന്നിഷ്ടവും ധാർഷ്ട്യവും ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ പ്രണയബന്ധത്തെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഈ പ്രണയബന്ധത്തിൽ കഴിവതും പോസിറ്റീവ് എനർജി നിറച്ചു വെച്ചുകൊണ്ട്, വിശ്വാസവും ക്ഷമയും എല്ലാം തന്നെ വെച്ചുകൊണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ മുന്നേറുവാനാണ്, അല്ലെങ്കിൽ പരിപൂർണതയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളുമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും പഴയ കാല സ്മരണകൾ ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറിപ്പോകുന്നില്ല, അതൊരിക്കലും മാറുകയുമില്ല. അത്തരം തിരിച്ചടികളാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ളത്. അത് പല തിരിച്ചടികളും നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയെങ്കിൽ പോലും അതിനെല്ലാം ഉണക്കിയെടുത്ത് ഹീല് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ മുതൽ തൊട്ട് തന്നെയാണ് ഈ പേഴ്സൺ പരാജയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഈ പേഴ്സണ് സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത് വലിയൊരു രൂപമാറ്റമാണ്. രൂപമാറ്റം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചതായി നമുക്കിവിടെ കാണാം. അതായത് ഒന്നിനും താല്പര്യമില്ലാതെ ഒരു മുറിയിൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കൽ തന്നെ ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് വ്യായാമപരമായിട്ട് ശരീരത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടും മനസ്സിന് ഒരുപക്ഷെ മെഡിറ്റേഷനോ യോഗയോ എന്നിങ്ങനെയുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെയും നല്ല രീതിയിൽ നിയന്ത്രിക്കുവാനും പുതുക്കിയെടുക്കുവാനും ഈ പേഴ്സൺ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ദുഷിച്ച ചിന്തകളും മോശപ്പെട്ട സ്വഭാവങ്ങളും അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി കഴുകി അലക്കി കളഞ്ഞു. അതിലൂടെ മനസ്സിനെയും ശരീരത്തെയും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കുവാനും പുനരുദ്ധാരണം ചെയ്യുവാനും ശുദ്ധീകരിക്കുവാനുമൊക്കെ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചുവെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുപെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ പ്രധാനപ്പെട്ട രീതിയിൽ ജീവിതത്തെ കൂടുതൽ ഭദ്രതയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന ചിന്തയോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മാലാഖമാർ നിങ്ങളോട് പറയുന്നത്, തെറ്റിദ്ധാരണകൾ മാറ്റി വെച്ചുകൊണ്ട് പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ സത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പേഴ്സണെ കുറിച്ച് കുറച്ചധികം നിങ്ങൾ അന്വേഷിക്കേണ്ടതുമായിട്ടുണ്ട്. കാരണം എപ്പോഴാണ് ഇവരെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുക എന്ന് പറയാൻ സാധിക്കില്ല. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ വ്യത്യാസം സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും, ഒരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നത്.
ഇപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് പ്രപഞ്ച ശക്തിയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിലും ആണ്. യാതൊരു തരത്തിലും വിശ്വാസമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ പ്രപഞ്ച ശക്തിയിലും ദൈവത്തിലും താൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും നല്ല രീതിയിൽ വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ചേരുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ പലതരത്തിലുള്ള വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിള്ളലുകളെ എല്ലാം തന്നെ സ്നേഹം കൊണ്ട് അടക്കി പിടിച്ച് വെച്ച് ആ വഴി നല്ല രീതിയിൽ തന്നെ മനോഹരമാക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും ആദ്യമൊക്കെ ഒരു നിരാശയുടെയും ദുഃഖത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദനയിലാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അതിൽ നിന്നുമൊക്കെയും പുറത്തേക്ക് കടക്കുവാനും നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോട് കൂടി ഉയർത്തെഴുന്നേറ്റ് വരുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില ഇടർച്ചകൾ, തകർച്ചകൾ എല്ലാം തന്നെ പ്രപഞ്ചശക്തി ഒരു ശിക്ഷ എന്ന പോലെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയൊക്കെയും ഈ വ്യക്തി വ്യക്തമായിട്ടുള്ള പഠനം പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം സാധാരണ ഒരു പ്രണയം മാത്രമല്ല, അതിനേക്കാൾ ഒക്കെ ഉപരി വലിയൊരു ജീവിത പാഠം കൂടിയാണ്. അപ്പോൾ തീർത്തും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഇപ്പോഴും എപ്പോഴും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി അത് നിങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ പറയുവാൻ സാധിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.